കേസ് അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഹേ ഗൈസ്, ഇത് നമ്മുടെ പാർട്ട് 3 ആണ്. വട്ടവടയിൽ നമ്മൾ ഇറങ്ങുവാണ്. ഇതായിരുന്നു നമ്മുടെ റൂം. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ടാണ്. വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ ഇപ്പോൾ രാവിലെ സമയം 10-11 മണി. ഇവിടെ നമ്മൾ കുറേ സ്ഥലത്ത് പോകുന്നുണ്ട്. അവിടെയൊക്കെ ഫുള്ള് ഇറങ്ങി വൈകിട്ടാകുമ്പോൾ വീട്ടിലോട്ട് പോകും. അപ്പോൾ അവനായിരുന്നു ഇതിൻ്റെ ഓണർ. അപ്പോൾ അവനത് നമ്മൾ വെക്കേറ്റ് ചെയ്യണം റൂം. അപ്പോൾ ബൈ ബൈ. അപ്പോൾ എന്തായാലും പോവാം. കേസ് അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് കയറണ അവിടുത്തെ ഒരു എൻട്രൻസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഹണി ഹൗസ് എന്ന് പറയണം. അപ്പോൾ നമുക്ക് ഇതും കൂടെ വന്ന് കയറി കണ്ടിട്ട് പോവാം. പ്ലാന്റ് ഒക്കെ കണ്ട് ഇട്ട് വരാം ഗൈസ്. തേനീച്ചയൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. ആട്ടെ മോനെ, കൊള്ളാം ഗൈസ്. തേനീച്ച ഉണ്ട്. ഇത് കുത്തുവാ. ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. തേനീച്ചല്ലേ നടക്കണ? തേനീച്ചയൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ട് തേനീച്ചകൾ. ഇവിടെയും ഉണ്ട് സ്ട്രോബെറി. നമ്മളെ കാണിച്ചറിയാം. ഇങ്ങോട്ട് പോകണ്ട. ഇതാണ് ആ പൂന്തോട്ടം. രണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് വരാം. ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്നൊന്നും മേടിച്ചൊന്നുമില്ല. അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പുറത്തോട്ട് വന്നു. ഇത് വട്ടവട ഹണി മ്യൂസിയം. എൻ്റെ അകത്തോട്ട് കയറാൻ പൈസ വേണമെന്ന് തോന്നുന്നു. ഫോട്ടോ പോയിൻ്റെ ടിക്കറ്റ് കൗണ്ടർ, പൈസ വേണം. അപ്പം ഇനി നമ്മൾ ഇവിടെ അടുത്ത് എന്താണ്ട് കാണാൻ പോയി. സ്ട്രോബെറി ആണെന്ന് തോന്നുന്നു. ഇവിടെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഇല്ല. ഇതിപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഇറങ്ങുമ്പോൾ വരാം. ഇറങ്ങി കുറച്ചങ്ങോട്ട് ചെന്നിട്ടൊക്കെ വരാം. ഇവിടെ ഇപ്പം നമ്മുടെ മറ്റേ വീഡിയോസിൻ്റെ അകത്തൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇനി കുറച്ചങ്ങോട്ട് ചെന്നിട്ട് വരാം. അപ്പോൾ നമ്മളിപ്പോൾ ഹെൽമെറ്റല്ല വെച്ചേക്കണം. ഗിംബൽ വെച്ച് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടോന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ല വ്യൂ കൂട്ടിങ്ങനെ വെക്കുമ്പോൾ സാധാരണ അങ്ങനെ വീഡിയോ എടുത്ത് എടുക്കണം. സ്റ്റെബിലൈസ് കിട്ടണമെന്ന് അറിയത്തില്ല. ഗൈസിൽ അത് നോക്കി അവിടെ നല്ല കൂടെയൊക്കെ ഉണ്ട്. ആഹാ, വേഗമാണെന്ന് തോന്നാ. പറന്ന് പോകുന്നുണ്ട്. അടിപൊളി വ്യൂ. പാർട്ട് 3 വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വട്ടവടയിൽ നിന്ന് ഇറങ്ങി നമ്മളെ മൂന്നാർ പോയി ടോപ്പ് സ്റ്റേഷൻ. പിന്നെ അവിടെ അത്യാവശ്യം കുറച്ച് സ്ഥലത്ത് കയറാൻ പറ്റും. ഗ്യാപ്പ് റോഡൊന്നും നമ്മൾ കയറിയില്ലായിരുന്നു. ഗ്യാപ്പ് റോഡിൽ കൂടെ തിരിച്ചു പോകണം. അപ്പോൾ ടോപ്പ് സ്റ്റേഷൻ ആദ്യം കയറിയിട്ട് പിന്നെ അങ്ങോട്ട് പോകണ വഴി വേറെ കുറച്ച് സ്ഥലത്ത് കയറണം. ഇവിടുത്തെ വ്യൂ നോക്കി. അവിടെ മോനെ കിട്ടില്ല സാധനം. മൃഗങ്ങളൊക്കെ വരുമെന്ന് തോന്നുന്നു. ആനയൊക്കെ ഇറങ്ങണമെന്ന് തോന്നുന്നു.
പാളിയാൽ. മോനെ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. ഞാനാണെങ്കിൽ മറ്റേ ഇതാണ് ഇട്ടേക്കണത്, നമ്മുടെ ഹെൽമെറ്റ് വീഡിയോ എടുക്കാൻ കൊടുത്തേക്ക് എൻ്റെ കോസ്റ്റ്യൂം. അത് ഈ കയ്യില്ലാത്ത സാമാനം ഇട്ടേക്കണ ഭയങ്കര തണുപ്പം കൂടെ. കാട് കയറി ചുറ്റിനും മരങ്ങളൊക്കെ അറിയുന്ന തണുപ്പ് ഇങ്ങനെ തങ്ങി നിൽക്കും. അങ്ങനെ തണുപ്പ് മേത്തോട്ട് വന്ന് അഴിക്കുന്നുണ്ട്, നല്ല കുത്തിക്കളുണ്ട്. പക്ഷെ അവിടുത്തെ അത്ര തണുപ്പില്ല കേട്ടോ. അവിടെ എൻ്റെ പൊന്നെ രാവിലെ 13 മൈനസ്. ഓ മോനെ ഇത് വ്യൂ നോക്കി, കാടാണ്, ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെ പുറകെ ഒരു വണ്ടിയാണ്. വന്നിട്ട് കയറി വന്നിട്ട് ഗ്രാബായിട്ടൊന്ന് ഇടിച്ചിട്ട് ഇരിക്കാൻ പറ്റണോ. പെട്രോൾ നമ്മളിപ്പോൾ ഫുൾ ടാങ്ക് അടിച്ച് വെച്ചോളാം നമ്മളത് വന്നത്. ഇനി അടിക്കണമെന്നറിയാൻ മേല. ഇന്നലെ കുറച്ച് ഒരു വാട്ടർ ഫോളിൽ കുളിക്കാൻ പോയിട്ട് കുറേ കറങ്ങി, അങ്ങനെ കുറച്ച് പെട്രോളൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ വണ്ടിയുടെ അണ്ടർവെല്ലിയും ഇച്ചിരി സീനായിട്ടിരിക്കുക. കുളിക്കാൻ വേണ്ടി പോയപ്പോൾ കുറേ ഓഫ് റോഡായിരുന്നു, ഓഫ് റോഡായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോണിൽ എടുത്തില്ല, ചാർജില്ല. ഞാൻ റൂമിൽ കൊത്തിയിട്ടേക്കായിരുന്നു. അപ്പോൾ ഓഫ് റോഡൊക്കെ അടിച്ച് അണ്ടർവെല്ലിയുടെ കാര്യത്തിലും കുറച്ച് തീരുമാനമായിട്ടിരിക്കാം. നമ്മൾ വാഗോണ്ട് പോയ പോലെ തന്നെ അണ്ടർവെല്ല് കുറേ തട്ടി, പിന്നെ എസ്സിയും തട്ടി, എസ്സി വളഞ്ഞിരിക്കും. ഇപ്പം അതൊക്കെ അവിടെ ചെന്നിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ നമ്മളെ കൂളൻ ബോക്സിന് എന്തോ പറ്റി, രാവിലെ ആയിരുന്നു. പിന്നെ അപ്പോൾ വണ്ടിയൊക്കെ തണുത്ത വരച്ചിരിക്കുകയായിരുന്നു, സ്റ്റാർട്ടാണില്ലായിരുന്നു. ഞാൻ മറ്റേ നമ്മുടെ സെക്കൻഡ് പാർട്ടി ഇട്ടിട്ടുണ്ടല്ലോ, ഗോൾഡ് സ്റ്റാർട്ടില്ല. അപ്പോൾ അത് വണ്ടി വന്ന് നോക്കിയപ്പോഴത്തേക്കും കൂളൻ ബോക്സ് താഴത്ത് മൊത്തം പച്ച കളറിൽ കിടക്കണ്. കൂളൻ്റെ അകത്താണെങ്കിൽ തുള്ളി കൂളൻ്റും ഇല്ല, മൊത്തം തീർന്നു. അയ്യോ, ഫുള്ള് സീനായിട്ട് കിടക്കി. പിന്നെ നമ്മളെ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യാത്ത കാരണം കുഴപ്പമില്ല, പക്ഷെ ഇടയ്ക്ക് വർക്ക് ചെയ്യും കേട്ടോ. അന്ന് നമ്മൾ വാഗോണ്ട് അങ്ങനെ ഓഫ് റോഡ് അടിച്ചപ്പോൾ സാധനം മല മോളിൽ ചെന്ന് ആക്സിഡൻറ്റിലേക്ക് കൊടുത്ത് കയറി അവിടെ ചെന്നപ്പോഴത്തേക്കും എന്ന് പറഞ്ഞ് വർക്ക് ചെയ്ത്. ഞാനിപ്പോൾ അതിന് സൗണ്ട് കേൾക്കാൻ വേണ്ടി വണ്ടി ഓഫാക്കുകയും ചെയ്ത്. വണ്ടി ആ സാധനം അപ്പോഴേ ഓഫായി പോയി. എൻ്റെ പൊന്നേ നല്ല തണുപ്പ്. ഇപ്പം നമ്മൾ വന്നേക്കണ കേസ് 3000 രൂപ വെച്ച് ബഡ്ജറ്റിലാണ് വന്നേക്കണം. ഒരാൾ 3000 രൂപ. നമ്മുടെ റൂമിൻ്റെ റേറ്റ് എന്നൊക്കെ ഞാൻ മറ്റേ വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നില്ല. 3500 രൂപ ഈ റൂമിൻ്റെ റേറ്റ്. 4 പേർക്ക്, 3 പേർക്ക് 3000 രൂപ. 3000 ആണ്, 3000 ആണെന്ന് തോന്നി. ഇപ്പോൾ ആ സീസൺ ആയാറാണ് ഇത്ര റേറ്റ്. സീസൺ അല്ലാതെ വരികയാണെങ്കിൽ അത്ര റേറ്റ് ഒന്നുമില്ല. അത്യാവശ്യം ബഡ്ജറ്റ് കുറച്ച് കിട്ടും. അങ്ങനെ നമ്മൾ വട്ടവള മറ്റേ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്, കേരളങ്ങാട്ട് എൻട്രി. എൻ്റെ പൊന്നെ ആ ഫോറസ്റ്റ്. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇവർ പറയും രാവിലെ കയറിയിട്ട് അങ്ങനെ പോക്കെ കുഴപ്പമില്ല. ഉണ്ടാ വൈകിട്ട് ഇറങ്ങാം. ഉണ്ടാ ഇതാണ് കേസ് വട്ടവടയുടെ എൻട്രി. രാവിലെ കയറിയിട്ട് 6 മണി. പോട്ടെ വൈകിട്ട് 6 മണിക്ക് ഇറങ്ങണം തിരിച്ച്. ഇല്ലെങ്കിൽ അവർ 6 മണി കഴിഞ്ഞ് ഇങ്ങോട്ട് കയറ്റത്തില്ല, അവർ അത് അടച്ചിടും. അപ്പുറത്തും ഉണ്ടല്ല ഈ സാധനം, ഇപ്പുറത്തും ഉണ്ട്. കാരണം അടച്ചിടും, കയറാൻ പറ്റത്തില്ല. വൈകിട്ട് 6 മണി വരെ നമുക്ക് മൂന്നാറിന്ന് വട്ടവടയിലോട്ടും വട്ടവടയിൽ നിന്ന് മൂന്നാറിലോട്ടും ഒരാളെ എൻട്രി പറ്റത്തുള്ളൂ. ഒരു കുരങ്ങിയിരിക്കണം. കേസ് അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അവിടെ ഇനി ഇങ്ങോട്ട് പോകണ വേണ്ടി ടോപ്പ് സ്റ്റേഷൻ മാത്രമല്ല, ടോപ്പ് സ്റ്റേഷനിൽ പിന്നെ പോണ വഴി ഡാമൊക്കെ ഉണ്ട്. മാട്ടുപ്പെട്ടി ഡാം, അങ്ങനെ കുറേ ഡാമൊക്കെ ഉണ്ട്. മാട്ടുപ്പെട്ടി ഡാമൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോ കാണിച്ചാലേ. അപ്പോൾ എന്തായാലും അവിടെ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ട് വരാം. അവിടെ പുറകെയുള്ള വണ്ടി റോഡൊക്കെ സീനാണ് കേസ്. അവർ പാട്ടൊക്കെ ഇട്ട് ചില്ലായ പോകണം. നമ്മുടെ വണ്ടിയെ പാട്ടിട്ടാൽ കേൾക്കാൻ പറ്റില്ല, എക്സോസ്റ്റ് ഉള്ള കാരണം. അത് പിന്നെ ബുള്ളറ്റാണെങ്കിലും ഏകദേശം കേൾക്കാൻ പറ്റും. കണ്ടാ നല്ല വ്യൂ ആണ് കേസ്. എന്തായാലും അവിടെ നമുക്ക് ടോപ്പ് സ്റ്റേഷൻ എത്തിയിട്ട് വരാം കേസ്. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങാട്ട് ചെന്നിട്ട് അങ്ങാട്ട് കയറാൻ നടത്താണ് ടോപ്പ് സ്റ്റേഷൻ. അവിടെ പണ്ടൊരു പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി വെച്ചു. ഇത് ആ കണ്ണം മല കണ്ട അതിന് മുകളിൽ കയറി അവിടെ കയറിയായിരുന്നു, അടിപൊളിയായിരുന്നു. ഇപ്പോൾ അവിടെ തേയിലേക്ക് വെട്ടി, അടിപൊളിയായിരുന്നു. ഞങ്ങളന്ന് ഇവിടെ നിന്നപ്പോൾ കോടയം വന്ന് ഫുള്ള് മൂടി, കാണാൻ മേല, താഴത്തോട്ട് പോലും കാണാൻ മേല, ഒന്നും കാണാൻ മേലത്തെ അവസ്ഥയായി. അടിപൊളി വൈബായിരുന്നു. പക്ഷേ അതിൻ്റെ പൊളി നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ
ഇവിടെയാണ് ടോപ്പ് സ്റ്റേഷൻ. നമ്മൾ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ്. അവിടെ ചെന്ന് അവിടെ എൻട്രി ഫീസ് ഉണ്ട്. ഒരാൾക്ക് 30 രൂപ 50 രൂപ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി വ്യൂ കാണാൻ കയറാം. ഇലമ്പഴി എടുത്തിട്ടു. ഭയങ്കര ബ്ലോക്കാണ് കേസ് ഇവിടെ. അയ്യോ എൻ്റെ കാല് മേലെ മരവിച്ച്. അയ്യോ അങ്ങോട്ട് വേണ്ട. ടോപ്പ് സ്റ്റേഷൻ ഇവിടെ പിന്നെ ചോക്ലേറ്റ് കിട്ടും. അവിടെ ചോക്ലേറ്റും തേയിലയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടും. നമ്മൾ ഹെൽമെറ്റ് വെച്ച് വീഡിയോ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ കേസ് നമ്മുടെ ഹെൽമെറ്റ് ഒന്നാമത്തെ കാര്യം ആ ഹെൽമെറ്റിൻ്റെ കുറച്ച് സാധനങ്ങൾ ഊരണം. എന്നാലേ നമ്മുടെ ആ മൗണ്ട് ചെയ്യണ സാധനം വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ആ മൗണ്ട് ചെയ്യണ സാധനത്തിൻ്റെ ഒരു റബ്ബറിൻ്റെ ഒരു ബുഷുണ്ട്. അതും സീനായിട്ട് ഇടയ്ക്ക് പൊട്ടിപ്പോന്നിരിക്കുക. വള്ളിയാണ് അതെടുക്കണ കാര്യം. മൈക്കൂരി കിടക്കായിരുന്നു. ഞാൻ പറഞ്ഞത് കിട്ടിക്കണത്തില്ല. ഇവരെന്താണ്ടൊക്കെ പറയാനുണ്ട് തമിഴ്. സെറ്റ് 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 സെറ്റ്. ഞാൻ വീഡിയോ എടുക്കും. യൂട്യൂബിൽ പോട്ടോ. ഓക്കെ പോയിട്ട് വരാം. നമ്മൾ ടോപ്പ് സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കും.
ഒരു ഗ്ലാസ് മേടിച്ചാലോ? മുട്ടിയൊക്കെ ഇരിക്കൽ പോലും എൻ്റെ ഹെൽമെറ്റ് വെച്ചിട്ട് എണ്ണ വെക്കണല്ല കാരണം കുതിര സീസൺ കാരണം ഭയങ്കര ആളുണ്ട് കേട്ടോ. താഴത്തോട്ട് പോവാ. ഇവിടെ മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മഴ മഞ്ഞ് കൊണ്ട് മറ്റേ തന്നെ പാസ് എടുക്കണം കേട്ടോ. ഒരാൾക്ക് 20 രൂപ വെച്ച് പാസ് ഉണ്ട്. നമ്മളെ താഴത്തോട്ട് പോവുക. എങ്ങനെയാണ് പോണ? അങ്ങനെ ബുക്ക് അങ്ങനെ എനിക്ക് 1000 രൂപ ഇപ്പൊ ഒന്ന് അക്കൗണ്ടിൽ വേണമായിരുന്നു. എങ്ങനെയും എവിടുന്നേലും കിട്ടുവാ? എന്നോട് ചോദിച്ചപ്പോ ഇല്ലെന്നാ പറഞ്ഞത്. ആ തെന്റെ വീടല്ലേ കേട്ടാ. ഹലോ അവിടെ കോടയുണ്ട്. അരിയല്ല ഗോതമ്പ്. താഴത്തോട്ട് പോകും. തെന്നലുണ്ടോ? ഒരു കാട്ടില് നമ്മളപ്പോ സ്റ്റേഷനിലേക്കണം. ഇങ്ങോട്ട് പിടിക്കണ്ടല്ല, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നല്ല സിവിലൈസ് കിട്ടുന്നതൊക്കെ വേണം. மேலெடுத்த டிக்கெட் அது வரைக்கும் தான். இது வந்து செப்பரேட் டிக்கெட் எடுக்கும். എത്ര രൂപ? 20 ரூபா. அந்த ஸ்பாட் வரைக்கும் போய்க்கலாம். கீழே இருக்குது. அங்க 170 மீட்டர்ஸ் പോണോ അവിടെ? அதான் டாப் டெஸ்ட் ആടാ. ഇങ്ങനെ അതെന്തിനാ?
ഇങ്ങനെ ഗൈസ് നമ്മളങ്ങനെ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങും. ഇനി അടുത്ത വ്യൂ പോയിന്റ് ഒന്നെങ്കിൽ മാട്ടുപ്പെട്ടി നമുക്ക് കാണിച്ചില്ലേ, ഒന്നെങ്കിൽ നമുക്ക് മറ്റേ ഇവിടെ ചെന്നിട്ട് വരാം. എവിടെയായിരുന്നു ഗ്യാപ്പ് റോഡ് കയറണമെങ്കിൽ അവിടെ ചെന്നിട്ട് വരാം ഗൈസ്. നമ്മളങ്ങനെയാണ് തിരിച്ചു പോയി. കോട കയറിയിട്ടുണ്ടല്ലേ മൂടി, താഴത്തോട്ട് കോട ഇറങ്ങിയിട്ടുണ്ട്. കോട പറക്കണുണ്ട് ഗൈസ്. റിയാക്ഷൻ എടുക്കാനെന്ന് പറഞ്ഞാണ് വന്നത്, പക്ഷേ ഇവിടെ ഒന്നും ആരെയും കാണാനില്ല. ഗൈസ് നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം. എന്നിട്ട് ഇനിയെല്ലാം വ്യൂകളോ എല്ലായിടത്തും പോയി നിർത്താം കേട്ടോ. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പോയി, ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം. ഫോട്ടോ എടുക്കട്ടെ ഗൈസ്. ഇപ്ലൈ അപ്പോൾ അവിടെ നിന്നെടുത്തും പോവും അറ്റം വരെ, ഇവിടം വരെ. ഡ്രോൺ കണ്ടാടാ ഫുള്ള് നോക്കാം. രണ്ടുപേരെ അവിടെ ഇങ്ങോട്ട് ഉണ്ട്. എവിടെ ഡ്രോൺ എന്ത്? എയറില്ല എവിടെ? ഗൈസ്, അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ചീയപ്പാറ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇരുട്ടി, സമയം 6:12 ഇതാണ് ചീയപ്പാറ വാട്ടർഫോൾസ്. അപ്പോൾ ഇവിടുന്ന് താഴത്തോട്ടാണ് വെള്ളം ഒഴുകി പോകുന്നത്. കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെയാ എവിടെയാ? എവിടെയാണ്ട് കുളിക്കാൻ പറ്റൂല. നമ്മുടെ മൂന്നാമത്തെ പാർട്ടായിരുന്നു. മൂന്നാമത്തെ പാർട്ട് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അടുത്ത ട്രിപ്പൊക്കെ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് പോവാം. എന്തായാലും ബൈ.